നേതൃമാറ്റ ചർച്ച തകൃതിയായി നടക്കുമ്പോഴും കെ.പി.സി.സി. അധ്യക്ഷ സ്ഥാനം മുറുകെ പിടിച്ച് കെ. സുധാകരൻ ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്നു എന്ന പരാതിയുമായി സുധാകരൻ എ.കെ. ആന്റണിയെ കണ്ടു. തർക്കം മുറുകിയതോടെ രാഹുൽ ഗാന്ധിയുമായി കെ.സി. വേണുഗോപാൽ ചർച്ച നടത്തി. എല്ലാ മാറ്റങ്ങളും പാർട്ടി സംവിധാന പ്രകാരം നടക്കുമെന്ന് ചർച്ചയ്ക്ക് ശേഷം കെ.സി. വേണുഗോപാൽ പറഞ്ഞു. കെ.പി.സി.സി. അധ്യക്ഷ സ്ഥാന ചർച്ച വിഴുപ്പലക്കൽ ആക്കുന്നതിൽ എതിർപ്പുമായി യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തി. നേതാക്കൾ പക്വത കാട്ടണമെന്നും സ്വന്തം മുഖം വാർത്തയിൽ വരാൻ നേതാക്കൾ എന്തും വിളിച്ചു പറയരുതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. പുനഃസംഘടനാ വിഷയത്തിനകത്ത് എല്ലാ ദിവസവും ഇങ്ങനെ വാർത്ത ഉണ്ടാക്കുന്നത് അത്ര ആരോഗ്യകരമല്ല. മാത്രമല്ല, നേതൃത്വം ഇടപെട്ട അനിശ്ചിതത്വം മാറ്റണം. വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്. അംഗനവാടിയിലെ ക്ലാസ് ലീഡറെ തിരഞ്ഞെടുക്കുന്ന തെരഞ്ഞെടുപ്പല്ല. ഇത് സാധാരണ പ്രവർത്തകരെ തിരഞ്ഞെടുക്കുന്ന, സാധാരണ പ്രവർത്തകന് അധികാര സ്ഥാനങ്ങളിലേക്ക് വരാൻ കഴിയുന്ന പ്രവർത്തകന്റെ തെരഞ്ഞെടുപ്പാണ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. ആ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരുങ്ങേണ്ടുന്ന പ്രസ്ഥാനം ഇത്തരമൊരു ചർച്ചകളുടെ പിന്നാലെ പോകുന്നത് സാധാരണ പ്രവർത്തകന്റെ, ഒരിക്കൽ കൂടി പറയുന്ന, മുറയിൽ തകർക്കും. രാവിലെ പത്രം എടുക്കുമ്പോൾ നെറ്റി ചൊളിക്കേണ്ടി വരുന്നത്, വിയർക്കേണ്ടി വരുന്ന അവസ്ഥ, പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉണ്ടാകുന്ന അവസ്ഥ പ്രവർത്തകന് മാറ്റേണ്ടുന്ന ബാധ്യത പാർട്ടിയുടെ നേതാക്കന്മാർ ഏറ്റെടുക്കണം. കഴിഞ്ഞൊരു 10 വർഷക്കാലമായി കേരളത്തിലെ ചെറുപ്പക്കാർ കാണിക്കുന്ന അച്ചടക്കം തലയെടുപ്പുള്ള മുതിർന്ന നേതാക്കന്മാർ കൂടി കാണിക്കുവാൻ അവരോട് വളരെ സ്നേഹത്തോടു കൂടി അഭ്യർത്ഥിക്കുകയാണ്. വി.എസ്. അനു ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. അനു, രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ അഗ്രസീവായ ഒരു പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത്. എന്താണ് കോൺഗ്രസിനകത്ത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ലക്ഷ്മി, കോൺഗ്രസ് കെ.പി.സി.സി. അധ്യക്ഷ സ്ഥാനത്തേക്ക് നിന്നും കെ. സുധാകരൻ മാറുമെന്ന് ഏകദേശം 10-11 തവണ പല ഘട്ടങ്ങളിൽ വാർത്ത വന്നതാണ്. പക്ഷേ അതൊക്കെ മാറിപ്പോകുന്നു. പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കെ. സുധാകരനെയും മല്ലികാർജ്ജുൻ ഖാർഗെയും അതുകൂടാതെ തന്നെ രാഹുൽ ഗാന്ധിയും ഡൽഹി വിളിപ്പിച്ച് ചർച്ച നടത്തിയിരുന്നു. അതോടുകൂടി കെ. സുധാകരൻ മാറുന്നു എന്നുള്ള വലിയ പ്രചാരണമൊക്കെ നടന്നു. അവിടെ വെച്ച് മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെയാണ് കെ. സുധാകരനെ ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവന്ന് കാറിൽ കയറ്റിയൊക്കെ വിടുന്നത്. അങ്ങനെ ഒരു അനുനയ നീക്കം മല്ലികാർജ്ജുൻ ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായി. അവിടെ എഗ്രി ചെയ്ത കെ. സുധാകരൻ പക്ഷേ കേരളത്തിലെത്തിയപ്പോൾ ഭാവം മാറുന്നതാണ് നമ്മൾ കണ്ടത്. ഇന്നലെയൊക്കെ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ അത്രമേൽ അഗ്രസീവായിട്ടുള്ള പ്രതികരണങ്ങൾ, തന്നെ ഒരു രോഗിയാണെന്ന് ചിത്രീകരിച്ചുകൊണ്ട് തന്നെ ഇവിടെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള നീക്കം നടത്തുന്നു, തന്നെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നു എന്നുള്ള അടക്കമുള്ള ആരോപണങ്ങൾ, വിഷമങ്ങളാണ് സുധാകരനുള്ളത്. ഇന്ന് കോൺഗ്രസിന്റെ കേരളത്തിലെ ഏറ്റവും മുതിർന്ന അംഗം, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായിട്ടുള്ള എ.കെ. ആന്റണിയുടെ വീട്ടിലെത്തി കെ. സുധാകരൻ ഇക്കാര്യം അദ്ദേഹത്തെ ധരിപ്പിച്ചു. മാത്രമല്ല, ഇനി ഒരു അധ്യക്ഷ സ്ഥാനത്തേക്ക് ആര് എന്നുള്ള ചോദ്യമാണ് ഈ കോൺഗ്രസിൽ പ്രധാനമായും ഉയർന്നത്. എന്തുകൊണ്ടാണ് കെ. സുധാകരൻ ആന്റണിയെ കണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോൺഗ്രസിനകത്ത് ഒരു നായർ ഈഴവ കോമ്പിനേഷൻ ആകണം എന്ന നിലപാട് എല്ലാ കാലത്തും ഉയർത്തിപ്പിടിക്കുന്ന നേതാവാണ് എ.കെ. ആന്റണി. അതായത് മുഖ്യമന്ത്രി നായരാണെങ്കിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഈഴവ, അങ്ങനെ ഒരു കോമ്പിനേഷൻ വേണം എന്ന് ആഗ്രഹിക്കുന്ന, അത് പലതവണങ്ങളിൽ പറയുന്ന നേതാവാണ് ആന്റണി. അങ്ങനെയുള്ള ആന്റണിയെ കാണുന്നത് വഴി ആ ഒരു ഫോർമുല തന്നെ നിലനിൽക്കട്ടെ എന്ന ഒരു സന്ദേശം കൂടെ നൽകാനാണ് കെ. സുധാകരൻ ഇന്ന് ആന്റണിയെ കണ്ടതെന്നാണ് രാഷ്ട്രീയ അഭിപ്രായം ഉയർന്നത്. ഏതായിരുന്നാലും കെ. സുധാകരന്റെ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരു നേതൃമാറ്റത്തിലേക്ക് തന്നെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് നീങ്ങുന്നത്. ആന്റണി എന്ന പേരിലേക്ക് അവർ എത്തുന്നു. പ്രത്യേകിച്ച് കോൺഗ്രസിൽ നിന്നും ക്രൈസ്തവ വിഭാഗം അകലുന്നു എന്ന വിലയിരുത്തലുണ്ട്. അങ്ങനെയെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് ശേഷം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എ.കെ. ആന്റണി സജീവ രാഷ്ട്രീയം വിടുന്നു, ഉമ്മൻചാണ്ടി മരണപ്പെടുന്നു, മറ്റ് പ്രധാനപ്പെട്ട ക്രൈസ്തവ നേതാക്കളിൽ അവിടേക്ക് ആന്റണിയെ കൊണ്ടുവരിക, കത്തോലിക്ക സഭയെ ചേർത്ത് പിടിക്കുക എന്നുള്ളൊരു നീക്കമാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്. ലക്ഷ്മി.